ഫ്രണ്ട്സ്, മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്കറിയുമോ? അവരുടെ ലൈഫിലേക്ക് വരുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, ഇതിനൊക്കെ അവർ അതിജീവിച്ച് മുന്നോട്ട് പോയി അവരുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് പോകാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മളുടെ റോൾ മോഡൽസ് ആയിട്ടും നമ്മളെ ഇൻസ്പിറേഷനായിട്ടും നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ മെൻ്റലി സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള 4 സൈക്കോളജിക്കൽ ടിപ്സിനെ പറ്റിയാണ്. നമ്പർ 1, ബിൽഡ് യുവർ ടോളറൻസ് ലെവൽ. ഫ്രണ്ട്സ്, പ്രതിസന്ധികളെ നിങ്ങൾക്ക് അതിജീവിക്കാനുള്ള സഹനശക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ഈ ഒരു പ്രപഞ്ചവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 2012 ജോ എന്നുള്ള ഈ ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് പസഫിക് സമുദ്രത്തിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അവരുടെ പ്ലാൻ എന്നുള്ളത് 30 മണിക്കൂർ മീൻ പിടിച്ച് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ളതായിരുന്നു. അതിനനുസരിച്ചിട്ടായിരുന്നു കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണമൊക്കെ അവർ കൈപിടിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് 120 കിലോമീറ്റർ അവരുടെ ബോട്ട് സഞ്ചരിച്ചപ്പോഴേക്കും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ സംഭവിക്കുകയാണ്. ഇടി, മിന്നൽ, കൊടുങ്കാറ്റ് ഇതൊക്കെ വന്ന് അവരുടെ ബോട്ടിനെ 400 കിലോമീറ്റർ ഉൾക്കടലിലേക്ക് കൊണ്ടുപോയി. അവരാവട്ടെ വഴി അറിയാതെ അവിടെ പെട്ടുപോവുകയും ചെയ്തു. 30 മണിക്കൂർ മീൻ പിടിക്കാൻ വന്ന ആ 2 ചെറുപ്പക്കാർ ദിവസങ്ങളോളം ആ ഒരു കടലിൽ പെട്ടു പോവുകയാണ്. അവർ കൊണ്ടുവന്ന കുടിക്കാനുള്ള വെള്ളം, ഭക്ഷണം ഇതൊക്കെ തീർന്നു പോവുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ അവർ മഴവെള്ളം കുടിച്ചിട്ടായിരുന്നു തങ്ങളുടെ ദാഹം മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഇനി മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ ദാഹം മാറ്റാൻ സ്വന്തം യൂറിൻ തന്നെ കുടിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, എത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും ആ 2 പേരും ഉണ്ടായിരിക്കുക. ഡേയ്സ് മുന്നോട്ട് പോകും തോറും അവരുടെ ബോഡിയും മൈൻഡും വളരെ വീക്കാവാൻ തുടങ്ങി. ഇനി നമുക്ക് വീട്ടിലേക്കൊന്നും പോകാൻ സാധിക്കില്ല, നമ്മളുടെ മരണം ഇവിടെ വെച്ചായിരിക്കുമെന്ന് ജോയുടെ ഫ്രണ്ട് അദ്ദേഹത്തോട് പറയുകയാണ്. പറഞ്ഞതുപോലെ കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ആ ഒരു കടലിൽ വെച്ച് മരണപ്പെട്ടു. ബട്ട് ജോയ്ക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും തനിക്ക് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന്. ദിവസങ്ങളോളം ജോ ആ ഒരു ബോട്ടിൽ ഒറ്റയ്ക്ക് മീൻ പിടിച്ച് അതിൻ്റെ രക്തമൊക്കെ കുടിച്ചിട്ടായിരുന്നു സർവൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി 400 ദിവസങ്ങൾക്ക് ശേഷം ജോ അങ്ങ് ദൂരെയായിട്ട് ചെറിയൊരു ഐലൻഡ് കാണുകയാണ്. ജോ എങ്ങനെയൊക്കെയോ തൻ്റെ ബോട്ട് അങ്ങോട്ട് എത്തിച്ച് ആ ഒരു ഐലൻഡിലേക്ക് എത്തുകയാണ്. ശേഷം ആ ഒരു ഐലൻഡിലുള്ള ആളുകൾ ജോയെ രക്ഷിക്കുകയും ചെയ്തു. ഇവിടെ ജോയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടും ഒരേ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെ ആയിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ജോയുടെ ഫ്രണ്ടിൻ്റെ സഹനശക്തി എന്നുള്ളത് വളരെ കുറവായിരുന്നു. ബട്ട് ജോ ഓരോ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനെയും തൻ്റെ സഹനശക്തി ഉപയോഗിച്ചുകൊണ്ട് മറികടന്നു. അതായത് അദ്ദേഹത്തിന് ആ ഒരു പിടിവാശി ഉണ്ടായിരുന്നു, എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൈൻഡ് സെറ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ സഹായിച്ചത്. നിങ്ങൾക്ക് മെൻ്റലി സ്ട്രോങ് ആവാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെയൊക്കെ നേടിയെടുക്കണം. ബട്ട് സക്സസ്, അച്ചീവ്മെൻറ്റ്സ് ഈ കാര്യങ്ങൾ ഒരിക്കലും തന്നെ നമ്മുടെ ലൈഫിൽ ഈസി ആയിട്ട് ലഭിക്കില്ല. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കഠിനമായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഇതിനിടയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെയൊക്കെ നിങ്ങളുടെ സഹനശക്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സഹനശക്തി ഇല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് തന്നെ സ്വയം തോൽവി സമ്മതിക്കും. ഇവിടെ എന്തൊക്കെ വന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയെടുക്കുമെന്നുള്ള അത്തരത്തിലുള്ള ആ ഒരു ടോളറൻസ് മൈൻഡ് സെറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടോളറൻസ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്പർ 2, അവോയ്ഡ് ഓവർ തിങ്കിങ് ആൻഡ് ടേക്ക് ആക്ഷൻ. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴായിരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴോ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് വരിക. ഇതേപ്പറ്റി ഓർത്ത് നമ്മളും വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. ഇനി ഇതുമല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ഓർത്ത് വളരെ കൺഫ്യൂസ്ഡായി സ്റ്റക്കായിട്ടിരിക്കുകയായിരിക്കും പലരും. നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇത്തരത്തിൽ ഓവർ തിങ്കിങ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കാര്യമൊന്ന് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ വലിയൊരു സർക്കിളുണ്ട്. ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങൾ, റിജക്ഷൻസ്, ഫെയിലിയേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട തോട്ട്സ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ആൻഷ്യസ് ആക്കുന്ന തോട്ട്സും ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഇതേ സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ സൈഡിൽ ചെറിയ ഒരു സർക്കിൾ കൂടിയുണ്ട്. ഈ ഒരു തോട്ട്സിനെയൊക്കെ നിയന്ത്രിക്കുന്ന സ്വിച്ചാണ് ഈ ഒരു ചെറിയ സർക്കിൾ എന്നുള്ളത്. ഇനി നമ്മുടെ ഈ ലോകത്തിൽ 2 രീതിയിലുള്ള ആളുകളുണ്ട്. അതിലൊന്നാമതായിട്ട് റിയാക്റ്റീവ് പീപ്പിൾ. ഇവരെപ്പോഴും ഓവർ തിങ്കിങ്, സ്ട്രെസ് എന്നിവ നൽകുന്ന ഈ ഒരു വലിയ സർക്കിളിലേക്കായിരിക്കും കൂടുതലായിട്ടും ശ്രദ്ധിക്കുക. സാഡ്നെസ്, റിഗ്രറ്റ്സ്, നെഗറ്റീവ് തോട്ട്സ് ഇത്തരത്തിലുള്ള ഇമോഷൻസ് അവരെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകളാണ് പ്രോ ആക്റ്റീവ് പീപ്പിൾ. ഇവർക്കും അതേ ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഇവരൊരിക്കലും ആ ഒരു വലിയ സർക്കിളിലേക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യില്ല. അവരെപ്പോഴും ഫോക്കസ് ചെയ്യുക അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ചെറിയ സർക്കിളിലേക്കായിരിക്കും.
ഇവർക്കറിയാം ഇനി എൻ്റെ പാസ്റ്റിനെയൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല, ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്ന് തീരുമാനിക്കുക ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത്. ഇവർ ഒരിക്കലും തങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവരായിരിക്കില്ല. തങ്ങളുടെ കൺട്രോളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട ആക്ഷൻസ് ഇവരെടുക്കാൻ തുടങ്ങും. കാരണം പ്രൊആക്റ്റീവ് പീപ്പിൾസിന് അറിയാം അവരുടെ കംപ്ലീറ്റ് ലൈഫ് എന്നുള്ളത് അവരെടുക്കുന്ന ഡിസിഷൻസിൽ, അവരെടുക്കുന്ന ആക്ഷൻസിൽ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നുള്ളത്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വരുമ്പോൾ ഒരു റിയാക്റ്റീവ് പേഴ്സൺ എന്നുള്ളത് പോലെ ആ ഒരു വലിയ സർക്കിളിലേക്ക് ശ്രദ്ധിക്കാതെ ഒരു പ്രൊആക്റ്റീവ് പേഴ്സണെ പോലെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ചെറിയ സർക്കിളിലേക്ക് ശ്രദ്ധിക്കുക. നമ്പർ 3, ഡോണ്ട് ഹാവ് എ ഫിക്സഡ് മൈൻഡ് സെറ്റ്. ഒരിക്കൽ സയൻറ്റിസ്റ്റുകൾ ഇറുമ്പുകളെ വെച്ചുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമായിരുന്നു. ഇതിനായിട്ട് അവർ കുറച്ച് ഇറുമ്പുകളെ ഒരു ജാറിലേക്ക് ഇട്ടു. ആ ഒരു ഇറുമ്പുകൾ ആ ഒരു ജാറിൽ നിന്ന് പുറത്തു വരാനുള്ള ശ്രമത്തിലായിരുന്നു. ബട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു മൂടി ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഇറുമ്പുകൾക്ക് പുറത്തു കടക്കാൻ സാധിച്ചില്ല. ഇതേ കണ്ടീഷനിൽ അടുത്ത 3 ദിവസത്തേക്ക് സയൻറ്റിസ്റ്റുകൾ ആ ഒരു ഇറുമ്പുകളെ ആ ഒരു ജാറിൽ തന്നെ ഇട്ടു. 3-ാമത്തെ ദിവസം സയൻറ്റിസ്റ്റുകൾ വന്നിട്ട് ആ ഒരു ജാറിൻ്റെ മൂടി തുറന്നു വെച്ചു. ബട്ട് ഈ ഒരു ടൈമിൽ ആ ഒരു ഉറുമ്പുകൾ ആരും തന്നെ പുറത്തു കടക്കാൻ ശ്രമിച്ചില്ല. തങ്ങളുടെ അവസ്ഥ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഉറുമ്പുകൾ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. സപ്പോസ് നിങ്ങളുടെ പലരുടെയും ലൈഫ് ഇങ്ങനെയായിരിക്കും. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് ഇതൊക്കെ പറ്റൂ, ഇതാണ് എൻ്റെ ലൈഫ്, ഇനി എനിക്കിതൊന്നും മാറ്റാൻ പറ്റില്ല. ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒന്നും തന്നെ പുതിയതായിട്ട് ട്രൈ ചെയ്യാതെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റിൽ ജീവിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഇവരുടെ ലൈഫിൽ വല്ല ഫെയിലിയേഴ്സും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങളെ ഉൾക്കൊള്ളാതെ നെക്സ്റ്റ് ടൈം അതുപോലെ നടക്കാതിരിക്കാൻ നോക്കാതെ അവർ അതിനെ ഓർത്തുകൊണ്ട് വളരെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും. അതുപോലെ ഇവരെ പറ്റി ആരെങ്കിലും മിക്സറായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെടുക്കാം എന്ത് കളയാമെന്ന് ചിന്തിക്കാതെ ആ ഒരു ഫീഡ്ബാക്ക് കൊടുത്ത പേഴ്സണോട് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇവർ മാറും. ആൻഡ് ലൈഫിൽ ആരെങ്കിലുമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മാറുമ്പോൾ അവരുടെ ലൈഫൊക്കെ ഓക്കെ ആയി, എൻ്റെ ലൈഫ് മാത്രമേ ഇങ്ങനെയുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇവർ. സോ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ്. സോ ഫ്രണ്ട്സ്, ഇങ്ങനെയുള്ള ഒരു ഫിക്സഡ് മൈൻഡ് സെറ്റ് നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുക. ആരെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുക. അതുപോലെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് നിങ്ങളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാറാതെ അതിൽ നിന്ന് പോസിറ്റീവായിട്ട് എന്തെടുക്കാമെന്ന് നോക്കിയിട്ട് ലൈഫിൽ മുന്നോട്ട് പോവുക. ബിക്കോസ് ഇതുപോലെയുള്ള ഒരു അൺഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിക്കുകയുള്ളൂ. നമ്പർ 4, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഒരു കർഷകന് ഈ ഒരു ലോകം മുഴുവനും ഒരു വലിയ കപ്പലിൽ ചുറ്റിക്കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇതിനായിട്ട് അയാൾ രാവും പകലും കഠിനമായിട്ട് അധ്വാനിച്ച് ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി തൻ്റെ ഫാമിലിക്കൊപ്പം ആ ഒരു കപ്പൽ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും ബുക്ക് ചെയ്തു. സോ ആ ഒരു യാത്രയ്ക്ക് പോകേണ്ട ദിവസങ്ങൾ അടുത്തുകൊണ്ടേയിരുന്നു. ബട്ട് ആ ഒരു യാത്രയ്ക്ക് പോകേണ്ട തലേ ദിവസമാണ് ആ കർഷകൻ്റെ വളർത്തുനായ അയാളുടെ ഒരു കുട്ടിയെ കടിക്കുന്നത്. വളരെ സീരിയസ് ആയതുകൊണ്ട് ആ ഒരു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് ബുക്ക് ചെയ്ത ആ ഒരു കപ്പൽ യാത്ര ആ കർഷകൻ ക്യാൻസൽ ചെയ്യുകയാണ്. സോ ആ കർഷകൻ വളരെയധികം നിരാശനായിട്ട് മാറി. കാരണം തൻ്റെ ഏറെ കാലത്തെ സ്വപ്നമായിരുന്നു ആ കപ്പൽ യാത്ര എന്നുള്ളത്. അത് അവസാനം കൊണ്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം നിരാശയും ഒപ്പം തൻ്റെ മകനെ കടിച്ച ആ നായ്ക്കുട്ടിയോട് ഒരുപാട് ദേഷ്യവും അയാൾക്ക് തോന്നി. 5 ദിവസത്തിന് ശേഷം അയാൾ ഒരു ന്യൂസ് കേൾക്കുകയാണ്. തങ്ങൾ പോകാൻ തീരുമാനിച്ച ആ ഒരു കപ്പൽ കടലിൽ മുങ്ങിയിട്ട് അതിൽ ഒരുപാട് യാത്രക്കാർ മരിച്ചു എന്നുള്ളത്. ആ ഒരു കപ്പലിൻ്റെ പേരായിരുന്നു ടൈറ്റാനിക്. ഈ ഒരു വാർത്ത കേട്ടതും ആ ഒരു കർഷകൻ ഞെട്ടിപ്പോയി. എന്തോ ഭാഗ്യം കൊണ്ട് താനും തൻ്റെ ഫാമിലിയും ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തൻ്റെ വീട്ടിലെ നായ്ക്കുട്ടി ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നു എന്ന് അയാൾക്കപ്പോൾ തോന്നി. ഇതുപോലെ നമ്മുടെ ലൈഫിലും പലപ്പോഴും നമ്മൾ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് നമ്മുടെ ലൈഫിലെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള ബാഡായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. സോ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നുള്ള ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളെ സ്ട്രെസ് ഫ്രീ ആക്കി മാറ്റും. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു പേഴ്സണ് മാത്രമേ അയാളുടെ ലൈഫിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഈ മൈൻഡ് സെറ്റ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.